നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പാത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അധികം മസാലയൊന്നും ഇതിലേക്ക് ചേരുന്നില്ല. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ചില്ലി ബീഫ് അല്ല, വേറൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി അത് അരിപ്പയിലിട്ട് കൂടുതലായിട്ടുള്ള വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയാണിത്. ഈ ഇറച്ചി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഏകദേശം 30 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതുകൂടാതെ ഒരു പച്ചമുളകും കൂടി വേണം. ഇത് 3 നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് മിക്സിയിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് മുറിക്കാം. ഇനി ഇത് ഞാൻ ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം 5 ഗ്രാം മുളക് പൊടി ഉണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള എന്നരിഞ്ഞിടണം. നല്ലൊരു ടേസ്റ്റ് കിട്ടും സവാള ചേർത്തിട്ട് ഇറച്ചി വേവിച്ചെടുക്കുമ്പോൾ. 1/2 കിലോ ബീഫ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ചെറിയൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുക്കറിന്റെ വലിപ്പം അനുസരിച്ച് ഇത് വേവുന്നതിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ എന്ത് സാധനമാണെങ്കിലും പയറോ പരിപ്പോ എന്താണെങ്കിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ചെറിയ കുക്കറിൽ തന്നെ വേവിക്കുക. വലിയ കുക്കറിൽ വേവിച്ചാൽ കൂടുതൽ സമയം വേണ്ടി വരും അത് നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഒരുവിധം നല്ല ചൂടിൽ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ ഇറച്ചിയുടെയും ടൈപ്പ് അനുസരിച്ച് വേവുന്നതിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ ഇറച്ചിക്ക് നല്ല വേവുള്ള ഇറച്ചിയാണ്, അതുകൊണ്ട് ഞാനിത് 10 മിനിറ്റ് വെക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളോടെ അരിഞ്ഞെടുക്കാനുണ്ട്, അത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള സാധനങ്ങൾക്കൊന്നും ഒരു പ്രത്യേകിച്ചൊരു അളവില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്രമാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 60 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇറച്ചിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 3-4 പച്ചമുളകും അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് സവാള അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് ഈ സവാള ഇന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിങ്ങനെ കനം കുറഞ്ഞ് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഫ്രൈ ആയി കിട്ടാൻ നല്ല എളുപ്പമാണ്, പിന്നെ കാണാനൊരു ഭംഗിയുണ്ടാവും. പച്ചമുളകും ഒന്ന് പിളർന്നിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പപ്പടം വറുത്ത് ചേർക്കാം, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞിട്ട് വറുത്ത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രഷർ കുക്കർ 10 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്യാം. ഈ ഇറച്ചി ഒന്ന് വേവ് നോക്കുമ്പോൾ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇറച്ചി ഇനിയും കൂടുതൽ വെന്ത് പോവും. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ അടിയിൽ പിടിക്കും.
അപ്പോൾ അതായത് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇറച്ചി വേവിച്ചതിന് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കാനോ ഒക്കെ എടുക്കാവുന്നതാണ്. കേടാവാതെ കുറച്ച് ദിവസം ഇരുന്നോളും. നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, വേഗം തന്നെ ഫ്രൈ ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതുപോലെ അല്പം കുഴിവുള്ള ഒരു പാൻ എടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇതാകുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല. പിന്നെ നമ്മളിത് വറക്കുന്ന സമയത്ത് ഒത്തിരി എണ്ണ പൊട്ടിത്തെറിച്ച് സ്റ്റവ് അധികം വൃത്തികേടാകാതിരുന്നോളും. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പം തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഈ ഫ്രൈയിൽ. ഇതധികം കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു അല്പം ഉപ്പ് തിരുമ്മി വെച്ചിട്ട് വെറുതെ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് തിരുമ്മി കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇഞ്ചി ഒരുവിധം ഒന്ന് ക്രിസ്പി ആയി കഴിയുമ്പോൾ അതിൻ്റെ കളറൊന്ന് ഗോൾഡൻ ആയി തുടങ്ങുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് കഴിച്ചു നോക്കുക. പാകത്തിന് ഒരു ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ഒത്തിരി ക്രിസ്പി ആക്കി എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നേ ഉള്ളൂ. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതില് നിങ്ങളിപ്പോ സവാള ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഇഞ്ചിയും വേപ്പിലയും മാത്രമായാലും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ സവാള ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിനൊരു ചെറിയ മധുരത്തോടു കൂടി കഴിക്കാൻ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത്. നമ്മൾ ക്രിസ്പി ആക്കാതെ ഇത് കോരുന്ന കാരണം ഇത് കുറച്ച് എണ്ണ കുടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. ഇനി ഇഞ്ചിയുടെയും സവാളയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ടുള്ള ഈ എണ്ണയിലാണ് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതൊരു 2 തവണയായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇടയ്ക്ക് നിലയ്ക്ക് കൊടുത്താൽ മതി. അതിന്റെ കളർ നന്നായിട്ട് മാറി നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കുക. എത്രമാത്രം ക്രിസ്പി ആയിട്ടുണ്ട്, അത്ര മതിയോ എന്നുള്ളത് നിങ്ങൾ കഴിച്ചു നോക്കുക. ഇത് പാകത്തിനൊരു മൂപ്പായില്ലെങ്കിൽ നമ്മളിത് കോരുമ്പോൾ ഇറച്ചിയിൽ ഒത്തിരി എണ്ണ കുടിച്ചിരിക്കും. പക്ഷെ ഒരുപാട് അങ്ങ് വല്ലാതെ ക്രിസ്പി ആക്കാനും പാടില്ല. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോയ പോലെ ആയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാകം ഏതാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാകത്തിനും ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള ഇറച്ചിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിത് വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാളയിലേക്കും പിന്നെ ഇഞ്ചിയിലേക്കും ഒക്കെ ചേരാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എളുപ്പമല്ല തയ്യാറാക്കാനും. ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പാചകം ചാനലിൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.